വരൂ, സംഘികളുടെ ബീഹാറിലെ ബ്ലൂ പ്രിന്റ് വികസനം കാണാം. ദേ അങ്ങോട്ട് നോക്കിയേ. ഈ പുറത്തു വന്ന വീഡിയോ പ്രകാരം കേരളത്തിൽ ലൈഫ് മിഷനിലൂടെ കഴിഞ്ഞ 10 വർഷം 5 ലക്ഷം കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീട് കൊടുത്തപ്പോൾ നമ്മുടെ സംഘികളുടെ പ്രധാനമന്ത്രി ആവാസ് യോജന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങോട്ട് നോക്കിയേ. കേരളത്തിൽ ആ വീടുകളെല്ലാം നൽകുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് തള്ളിമറിക്കുന്ന സംഘികൾ ബീഹാറിൽ കൊടുത്തിരിക്കുന്ന ആ ആവാസ് യോജന കണ്ട് കുളിരണിയും. ആൾക്കാർ താമസിക്കുന്ന റോഡിന്റെ സൈഡിൽ പശുക്കളൊക്കെ ഉണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കണ്ടു പഠിക്കണം. ലൈഫ് മിഷനിലൂടെയും വയനാട് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇതൊക്കെ എന്ത് എന്ന് സംഘികൾ കുറ്റം പറയുമ്പോൾ കാണണോ എത്ര മനോഹരമായ വീടുകൾ. കണ്ടില്ലേ? പണം മുടക്കി ആവാസ് യോജനകൾ നിർമ്മിച്ചു കൊടുക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ കണ്ടു പഠിക്കണം. എത്ര മനോഹരമായ വീട്. അതും കേരളത്തിൽ 5 ലക്ഷം വീടുകൾ സംസ്ഥാനം കൊടുത്തപ്പോൾ അതിൽ 25,000 വീടിന് മാത്രം 75,000 രൂപ വെച്ച് തന്നവർ അങ്ങ് ബീഹാറിൽ മുഴുവൻ പൈസയും അവർ തന്നെ നേരിട്ട് ചെലവഴിച്ച് വച്ചു കൊടുക്കുന്ന വീടുകളാണ്. ഇമാതിരി വികസനങ്ങൾ ഓരോ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ കേരളത്തിൽ എന്ത് വന്നിട്ടുണ്ട്? സംഘികൾ പറയുന്ന കേട്ടാൽ ഗുജറാത്ത് എത്ര മനോഹരം, ബീഹാർ അതിനേക്കാൾ മനോഹരം. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ നാടൊക്കെ സ്വർഗ തുല്യമാക്കും. അതുകൊണ്ട് വരും കാലങ്ങളിൽ സംഘികൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ഗതി എന്ത് വരുമെന്ന് ബീഹാറിലെ ഈ ഉദാഹരണങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോളൂ. എന്ത് അപകടവും സ്വന്തം വീട്ടുമുറ്റത്ത് വരുമ്പോഴല്ല തിരിച്ചറിയേണ്ടത്, അതിനു മുന്നോടിയായിട്ട് എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആരോടെങ്കിലുമുള്ള അസൂയയോ കുശുമ്പൊന്നുമല്ല. ഈ കാഴ്ചകൾ കണ്ടിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന സംഘികളോട് എന്തുകൊണ്ട് അവിടുത്തെ മനുഷ്യർക്ക് ഈ അവസ്ഥ വരുന്നു, അവരെല്ലാം ജോലി തേടി എന്തുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നു എന്ന് ഒന്ന് വായ തുറന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സംഘിത്തള്ളലുകളെന്ന് പാവപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവർ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്ന ക്യാമറ വീഡിയോകളായിക്കോട്ടെ, അല്ലെങ്കിൽ വാട്സപ്പിൽ അയച്ചു തരുന്ന വീഡിയോകളായിക്കോട്ടെ, അതെല്ലാം കമ്പ്യൂട്ടർ നിർമ്മിതം മാത്രമാണ്. ഈ രാജ്യത്തെ സംഘപരിവാറോ BJPയോ ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിൽ പോയാൽ അവർ പറയുന്നത് പോലെയോ അവർ കാണിക്കുന്ന വീഡിയോ പോലെയുള്ള ഒറ്റ വീടുകൾ കാണില്ല. പക്ഷേ കേരളത്തിൽ നിങ്ങൾ ലൈഫ് ഭവന പദ്ധതി ഒന്ന് സഞ്ചരിച്ച് നോക്കൂ. കിട്ടിയവരുടെ വീടുകൾ എത്ര മനോഹരമാണെന്ന് പരിശോധിച്ച് നോക്കൂ. വയനാട് ടൗൺഷിപ്പ് പോയി നോക്കൂ. അതാണ് രണ്ട് സർക്കാർ തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് വാക്കുകൾ കൊണ്ടുള്ള ഗീർവാണമടിയും മറ്റൊന്ന് പ്രവൃത്തി കൊണ്ടുള്ള തെളിയിക്കലും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മനസ്സറിഞ്ഞ് ചിന്തിക്കൂ. അഭ്യർത്ഥന തന്നെയാണ്.